ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം ഇന്ന് കുറേ കാലമായിട്ട് ഷോക്കേസിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോപ്പറാട്ടോ. ഇതിന് മുന്നേ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതും ഈ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതെടുത്ത് ഇന്നൊരു മെഴുക്കുവരട്ടി, ഉരുളക്കിഴങ്ങും മിയക്ക് പുരട്ടി എന്നൊക്കെ പറയും. ഇവിടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പറയുക. ഇല്ല, ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ അതെടുത്ത് മുറിച്ച് വന്നപ്പം കുറേ ആയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആക്കാമെന്നും കുറച്ച് ഉച്ചത്തേക്ക് ചോറിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പൊരിച്ചതൊന്നുമില്ലാതെ ചോറ് തിന്ന് ശീലമല്ല. അതുകൊണ്ട് തന്നെ അതില്ലാത്തതുകൊണ്ട് ചോറ് തിന്നാനൊരു മടി പോലെ. അപ്പം ഞാൻ വൃശ്ചിക മാസം വ്രതം നോച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറിൻ്റെ കൂടെ എന്തെങ്കിലും പൊരിച്ചതാക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഉരുളക്കിഴങ്ങിൽ എത്തിയത്. പിന്നെ ഇത് കുറേ കാലമായിട്ട് ഇത് എടുത്തിട്ടില്ല, അപ്പോൾ അത് യൂസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. തുരുമ്പ് പിടിച്ചെന്ന് വിചാരിച്ചു ഞാൻ. അതിൻ്റെ കമ്പികളൊക്കെ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ക്ലീനാക്കി വെള്ളമൊക്കെ ഇതാക്കി ഉണക്കി വെക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും കേട്ടോ, ഒരു പ്രശ്നമില്ലാതെ. അങ്ങനെ ഞാൻ 2 സൈസാക്കി മുറിച്ചു. ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ കത്തി വെച്ചിട്ട് ജസ്റ്റ് അരിഞ്ഞു കേട്ടോ. മറ്റേത് വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഹാഫ് പോർഷൻ ആക്കിയിട്ടാണ് വെച്ചത്. ഇല്ലേ നമ്മൾ ഭയങ്കര ബലം കൊടുക്കേണ്ടി വരും. പിന്നെ ചെറുത് ഞാൻ അങ്ങനെ ഹാഫ് പോർഷൻ ആക്കി വെച്ചപ്പം ഭയങ്കര കുഞ്ഞായിപ്പോയി കേട്ടോ. നീളം ഭയങ്കര കുറഞ്ഞു പോയി. അപ്പം ഞാനത് ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം, വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഹാഫ് പോർഷൻ ആക്കി വെക്കാം കേട്ടോ. അങ്ങനെ ഞാൻ 2 മസാലയും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പൊരിക്കാനുള്ളതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിൽ തന്നെ ഞാൻ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. കോൺഫ്ലവറും അധികം ഇട്ടിട്ട്. അപ്പം ഞാൻ ഈ കൈ കാണിച്ചു തരുന്നത് സ്പൂൺ വെച്ച് ഇളക്കുന്നത്. നമ്മളൊക്കെ കൈ വെച്ച് ഇതാക്കലാണല്ലോ പതിവ്. ഈ സ്പൂൺ വെച്ച് ഇതാക്കുന്നത് നിങ്ങൾ വിചാരിക്കും ആഡംബരമാണെന്ന്. ആഡംബരമല്ല, എൻ്റെ കൈ ഇതാവൂലേ, അത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല. ഈ നഖത്തിൻ്റെ സൈഡിലുള്ള തൊലി ഇളകൂലേ, അപ്പോൾ അതിൽ എരിവൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നം കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് സ്പൂൺ വെച്ച് ഇളക്കിയത്. പിന്നെ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഇടുമ്പം പൊതുവേ ഒരു പൊട്ടാസ് പൊട്ടുന്ന ഫീലല്ലേ, കടുക് ഇടുന്നതരോ അങ്ങനെയല്ലേ. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ചോറും കഴിച്ചു, സുഖമായി.